എന്റെ റിമോട്ടിന്റെ ഒരു പ്രശ്നം കൊണ്ട് ചാനൽ മാറ്റാൻ പറ്റുന്നില്ല. ഇരിക്കുന്ന ചാനല് റിപ്പോർട്ടർ ചാനലാണ്. എത്ര കണ്ടാലും ബോറടിക്കില്ല എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. പെട്ടുപോയി അതിനകത്ത്. ഞാൻ നോക്കിയപ്പോ അതിനകത്ത് ആവേശം കൊണ്ട് നെഞ്ച് പൊട്ടുകയാണ് രണ്ടുപേരും. ഒന്ന് PR സുനിൽ, ഞാനൊരു ബുദ്ധിജീവിയാണ്. ആള് നമ്മുടെ അനുഭവിയാ. നമസ്കാരം. അയാൾ ഡൽഹിയിലാ. ഒന്ന് മാധു, ഇവിടെ സ്റ്റുഡിയോയിൽ. ഞാൻ അസിസ്റ്റന്റ് ബുദ്ധിജീവി. ഒരു വെറും ജേർണലിസ്റ്റ് ആയിട്ട് എന്നെ കാണരുത്. രണ്ടുപേരും ആവേശം കൊണ്ട് കലികേറി അങ്ങോട്ട് നിൽക്കുക. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ നോക്കുമ്പോണ്ടല്ലോ ആദ്യത്തെ ഡയലോഗ് ഞാൻ കേൾക്കുന്നത് PR സുനിലാണ്. ഇവിടെ നോക്കൂ മാധു, ഇവിടെ ആകെ 3 ചാനൽ ക്യാമറകളേ ഉള്ളൂ. 3 എണ്ണമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി. ആ ചോദ്യം ഇവരോട് ചോദിക്കണം. അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. അപ്പൊ മാധു ചോദിക്കുന്നു, അപ്പൊ ഈ ദൃശ്യം നാട്ടുകാരെ കാണണ്ട, ജനം കാണണ്ട, ഇന്ത്യ കാണണ്ട എന്നാണ് അല്ലേ? ചിൽ സാറാ ചിൽ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ എന്താണെന്നറിയാമോ, നേരം സന്ധ്യയായി കഴിഞ്ഞപ്പോ രാഹുൽ ഗാന്ധി കുറെ MP മാരെയും കൂട്ടി ഒരു ബസ്സും എടുത്തിട്ട് എങ്ങോട്ടെന്നില്ലാതെ അങ്ങ് ഇറങ്ങി. നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഉത്സാഹിയായിട്ട് നിന്നാലല്ലേ അടുത്ത തിരഞ്ഞെടുപ്പിനെങ്കിലും ഒന്ന് കടന്നുകൂടാൻ പറ്റും. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല, ക്ഷമിച്ചോളൂ. എവിടെ ജയിക്കാൻ? എന്ത് ചെയ്യൂന്ന് പറ. ആദ്യം പറഞ്ഞു ആ രാജ്ഘട്ടിൽ പോവുകയാണ്, മഹാത്മാഗാന്ധിയുടെ സ്മാരകത്തിൽ. അപ്പൊ രാജ്ഘട്ടിൽ പോകുന്ന വഴിക്കാണ് നമ്മുടെ അമിത് ഷായുടെ വീട്, ചീഫ് ജസ്റ്റിസിന്റെ വീട്. ഇതൊക്കെ PR സുനിൽ പറഞ്ഞാണ് കേട്ടോ. നോണ പറയാനും വിശ്വസിപ്പിക്കാനും അവനുള്ള കഴിവ് തെളിയിച്ചല്ലേ. അപ്പോ അതിന്റെ മുമ്പിൽ കൂടെ ഇന്ന് ഈ ബസ് പോകും എന്നൊക്കെ പറഞ്ഞ് PR സുനിൽ ഇങ്ങനെ ആവേശത്തോടെ നിൽക്കും. ഈ ബസ് ഇങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ അമിത് ഷാ ഇറങ്ങി വന്ന് തടയുമല്ലോ. അപ്പൊ അമിത് ഷായുടെ കൊടവേറിലൂടെ ഈ രാഹുൽ ഗാന്ധിയുടെ ബസ് കയറി ഇറങ്ങും. എന്നെ പൊട്ടനാക്കാണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? ആ കാഴ്ച ഓർത്തപ്പോ തന്നെ PR സുനിലിന് രോമാഞ്ച കഞ്ചുക. അപ്പൊ നമ്മൾ 2 തോണി സഞ്ചരിക്കേണ്ടവരല്ല. അല്ലേ അല്ല. മാധു തുള്ളിച്ചാടുന്നു. ഇപ്പൊ ഇടിച്ച് താഴെ ഇടൂടാ അമിത് ഷായെ. അമിത് ഷായെ കിട്ടിയില്ലെങ്കിൽ സൂര്യകാന്തിനെങ്കിലും ഇടിച്ചിടാന്ന് വിചാരിച്ചു. രാഹുൽ ഗാന്ധി രണ്ടുപേരുടെയും കണക്കൂട്ടിൽ തെറ്റിച്ചു. വണ്ടി ഇടത്തേക്കോ മറ്റോ വെട്ടിച്ചു. അപ്പൊ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്ഘട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പോലീസ് പറഞ്ഞു. 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തോ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടി. മൂടും പോയി. പോലീസിനെ മുഴുവൻ PR സുനിൽ സൈന്യം എന്നാണ് വിളിക്കുന്നത്. അതാ അതിന്റെ സമ്പ്രദായം. ആടിനെ പട്ടിയാക്കൽ അതാ പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ ഈ പാട്ടത്തി കുടുംബക്കാരുടെ ഒരു പത്രധർമ്മം. എന്നെ ഒന്നും പറയാനില്ല. മനസ്സിലായി. ഗമയിരിക്കട്ടെ. പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ. രാഹുൽ ഗാന്ധിക്ക് കാവലായിട്ട് സൈന്യത്തിന് വേറെ പണിയില്ല, പോലീസുകാരാണ്. പിന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് RAF എന്നൊക്കെ പറയും. CRPF ചിലപ്പോൾ ഉണ്ടാകാം. ഇവരെയൊക്കെ പട്ടാളം എന്ന് വിളിക്കാൻ തുടങ്ങി എന്ന് എനിക്കറിയില്ല. കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കണ്ട. ഞങ്ങൾ രണ്ടാളും പറയുന്നത് വിശ്വസിച്ചാ മതി. അതിനപ്പുറം ഇങ്ങോട്ട് പറയുമ്പോൾ ശരിക്കും വേണ്ട കേട്ടാ. അത് റിപ്പോർട്ടർ ചാനലിനോട് തന്നെ ചോദിക്കണം. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ചേരും. മാധുവാണെങ്കിൽ അങ്ങ് നിന്ന് വിറയ്ക്കുന്നു. അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇപ്പൊ അങ്ങോട്ട് ഈ ഷോ കഴിയുമ്പോഴുണ്ടല്ലോ മാധു സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് മാറിയിട്ട് ആ സാരിയൊക്കെ എടുത്ത് കുത്തി മുടിയൊക്കെ കെട്ടിയിട്ട് ഒരു തുള്ളല് തുല്ലാണ് കാണിച്ചു തരാടാ നരേന്ദ്രമോദി. നിന്നെ ഒരു ശൂലമൊക്കെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ദുർഗയുടെ ഒക്കെ ഡാൻസില്ലേ, അതുപോലെ ദുർഗാദേവിയുടെ ഡാൻസുകൾ. എന്തൊരു കഷ്ടമാണ്. എന്തിനാണ് ഇവര്? സത്യം ഞാൻ നിങ്ങളോട് പറയാം, എന്താണ് മീഡിയ അവിടെ ഇല്ലാതിരുന്നത്? അതൊക്കെ അറിഞ്ഞ പ്രശ്നമാ. അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട. ഇവരുടെ 1-2 ചാനലേ ഉള്ളൂ, ബാക്കിയുള്ളവരില്ല. കാര്യം എന്താ? അവരെ തല്ലി ഓടിച്ചു.
കോക്രോച്ച് ജനതാ പാർട്ടിയും കോൺഗ്രസും വഴിയെ പോയവനും കൂടെ അവരെ കൈകാര്യം ചെയ്തു. ടൈംസ് നൗവിന്റെ റിപ്പോർട്ടറെ തല്ലി, ABPയുടെ റിപ്പോർട്ടറെ തല്ലി. എന്താ അവർ ചെയ്ത കുറ്റം? देव कोटक मेरा फोन का है मेरा फोन का है मिल जाएगा मिल जाएगा मिल जाएगा मिल जाएगा मिल जाएगा मिल जाएगा फोन मिल जाएगा, चिंता मत करिए. ചെറുത്ത് നിന്നോ പറ്റിയില്ല. But I don't deserve this. നിങ്ങളെല്ലാം ഈ നിമിഷം ഓർത്ത് ദുഃഖിക്കും. എല്ലാവരും. ചേട്ടാ, ഇത് നിങ്ങളാരും അറിഞ്ഞില്ലേ? മാധു ഇതൊന്നും അറിഞ്ഞില്ലേ? ഇത് ഞാനും ചോദിച്ചതാ. അപ്പൊ സേതു പറഞ്ഞു, ഞാൻ ടൈഫോയിഡ് പിടിപെട്ട് കിടക്കുകയായിരുന്നു. അതോ അവരൊന്നും ചാനലുകാരല്ലേ? ഞാൻ അവര് വന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെ വഴക്ക് പറഞ്ഞ് അവര് വന്ന അവരെ തല്ലും. അവരെ നേരത്തെ തന്നെ തല്ലി വശകേടാക്കി എല്ലാരും കൂടെ അടിച്ചു ഓടിച്ചു അവരെ. ലൈസൻസ് തന്നത് നീയൊന്നും പഠിച്ചിട്ട് ഇന്ത്യ രാജ്യത്തിന് ഒരു കാര്യമില്ല മോനെ. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ഒരാൾക്കൂട്ടത്തിൽ തല്ലി മേടിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പിന്നെ അടുത്ത ആൾക്കൂട്ടത്തിലേക്ക് പോയി തല വെച്ചു കൊടുക്കണം. ഒരു കാര്യമില്ലാതെ കോളേജ് പിള്ളേരുടെ കീറുകൊള്ളാൻ എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. ചേട്ടാ, ഇത് നിങ്ങളാരും അറിഞ്ഞില്ലേ? മാധു ഇതൊന്നും അറിഞ്ഞില്ലേ? അതാണ് ഈ മാധവിന്റെ മിടുക്ക്. കോക്രോച്ച് ജനതാ പാർട്ടിയിൽ തന്നെ വിവരമുള്ളവർ പറഞ്ഞു, ഇത്രയും തല്ലിയത് മതിയടാ, ഇനി വിട്ടേക്ക് എന്ന് പറഞ്ഞു. ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാൽ മതി. കാര്യം എന്താണെന്നറിയാമോ? ഗോദി മീഡിയ, മോദിയുടെ മടിയിലിരിക്കുന്ന ഗോദി മീഡിയയാണ് ഓർഡറാ എന്ന് പറഞ്ഞിട്ടാണ് തല്ല്. ഓ, അതാണോ പ്രശ്നം? അത് തന്നെ. ഇനി അങ്ങനെ ഗോദി മീഡിയ ഉണ്ടെന്ന് തന്നെ വെക്കാം. അതിന്റെ പേരില് നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? അങ്ങനെ പാടില്ലാന്ന് ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊന്നും അറിയാതെ ഈ പിള്ളേരെങ്ങനെ ജീവിക്കും? നല്ല പിള്ളേരാണ്. पुलिस ने फिलहाल घेरा बनाया है हमें बाहर निकालने के लिए. मैं सर नीचे कर रही हूँ क्योंकि ये लोग पत्थरबाजी कर रहे हैं. क्या आप पत्रकारों को आवाज नहीं उठाने देंगे? पत्थर फेंक रहे हैं लोग हमारे ऊपर. ये स्टूडेंट्स है. शेम शेम. ये देखिए, पुलिस वालों पे पत्थर फेंका जो हमें बचाने के लिए इधर आए हैं. पुलिस वालों पे पत्थर, हम पे पत्थर. शेम ऑन द स्टूडेंट्स. ये आंदोलन जो है ये कहीं से भी पढ़े लिखे स्टूडेंट्स का आंदोलन नहीं लग रहा है. एक महिला पत्रकार के साथ ऐसा कर सकती है, ये क्रिमिनल्स है. ഈ സാധനം ഇതൊന്ന് റിപ്പോർട്ടർ ചാനലിൽ മാധു ഒന്ന് കാണിക്കാമോ മാധു? അത് നടക്കില്ല. എന്റെ ഓഡിയൻസ് സഹിക്കില്ല. ഇങ്ങനെ TV-ക്കാരെ തല്ലി എന്നൊന്ന് വിളിച്ചു പറയുക, അല്ലെങ്കിൽ ഒരു സ്ക്രോളെങ്കിലും റിപ്പോർട്ടർ ചാനൽ സ്ക്രീനിൽ കൂടെ വിടുക, സാധിക്കുമോ? സാധിക്കില്ല. നിങ്ങളാണ് ഭൂലോക കള്ളത്തരം കാണിക്കുന്നത്. ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ്. റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല, മറ്റു ചാനൽ ആരും തന്നെ മീഡിയയ്ക്ക് തല്ല് കിട്ടിയത് പറഞ്ഞില്ല. ഇത് പക്ഷാഭേദമല്ലേ? റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല, മറ്റു ചാനൽ ആരും തന്നെ മീഡിയയ്ക്ക് തല്ല് കിട്ടിയത് പറഞ്ഞില്ല. സ്വന്തം സമാജത്തിന് തന്നെ പാര വെച്ചിട്ട് കരയരുത് വിശാലം, മേക്കപ്പ് ഇളകും. എന്നിട്ട് ഗോദി മീഡിയ, നാണമില്ല നിങ്ങൾക്കൊക്കെ? ഇത്രയ്ക്ക് ഡിസോണസ്റ്റ് ആകാമോ മാധു? ഇതാണോ പത്രപ്രവർത്തനം? കഷ്ടം. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. അച്ഛന്റെ പ്രായമുണ്ടല്ലോ മിസ്റ്റർ, പ്രായത്തെങ്കിലും ബഹുമാനിച്ചൂടെ? നീ മിണ്ടാണ്ടിരിക്കടാ. ചെറുപ്പക്കാരാവുമ്പോ കുറച്ച് വിപ്ലവമൊക്കെ കാണും, അത് വേണം. വിപ്ലവത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ വെറും അക്രമം മാത്രം. मेहनत करा